ക്യാൻവാസിലാണ് പെയിൻറ് ചെയ്യുന്നത്. ബോർഡല്ല, ഷീറ്റാണ് എടുത്തത്. ഷീറ്റിൻ്റെ 4 സൈഡും മാസ്കിംഗ് ടേപ്പ് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ റഫ് സ്കെച്ചും കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഫ്ലോറലായിട്ടുള്ള പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള സ്കെച്ചാണ് വരച്ചു കൊടുക്കുന്നത്. ഈ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വൈറ്റ്, ബ്ലാക്ക് ഇത്രയും കളേഴ്സാണ്. ഈ കളേഴ്സ് തമ്മിൽ മിക്സ് ചെയ്ത് പുതിയ കളേഴ്സ് ഉണ്ടാക്കുന്നു. പിന്നെ അതിൽ വൈറ്റ് മിക്സ് ചെയ്ത് കളർ ലൈറ്റ് ആക്കുന്നു, ഡാർക്ക് ആക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ റെഡും വൈറ്റും യെല്ലോവും കൂടി മിക്സ് ചെയ്തിട്ട് ഭംഗിയുള്ളൊരു പിങ്ക് കളർ ഷെയ്ഡ് കിട്ടുന്നുണ്ട്. അത് ഞാൻ മെയിനായിട്ടൊരു വലിയൊരു പൂ വരച്ചിട്ടുണ്ട്. അതിന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് യെല്ലോയും റെഡും കൂടി മിക്സ് ചെയ്ത് ഒരു ഓറഞ്ച് കളർ ഉണ്ടാക്കിയിട്ട് വേറൊരു പൂവിൽ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിലുള്ളൊരു എതളിൽ റെഡ് കളർ കുറച്ച് ഡാർക്കാക്കിയിട്ട് തന്നെയാണ്, ആ ഓറഞ്ച് കളർ കുറച്ച് ഡാർക്കായിട്ടുള്ളത് തന്നെയാണ് പെയിൻറ്റ് ചെയ്യുന്നത്. സെയിം പ്രോസസ്സ് ഞാൻ അതേപോലുള്ള വേറെ പൂക്കൾക്കും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കളർ കുറച്ചും കൂടി ലൈറ്റ് ആക്കുന്നുണ്ട്. പൂവിന് കൊടുത്ത ഓറഞ്ച് ഷെയ്ഡിൽ തന്നെ കുറച്ചും കൂടി യെല്ലോ കളർ മിക്സ് ചെയ്തിട്ട് ഇവിടെ ഇടവിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഓറഞ്ചിൻ്റെ ലൈറ്റ് ഷെയ്ഡായിട്ട് ഞാൻ കൊടുക്കുന്നത് യെല്ലോ ആണ് കേട്ടോ. ഈ ഓറഞ്ചിൻ്റെ തന്നെ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള കളറും കൂടി പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഓറഞ്ചിൻ്റെ ഡാർക്ക് കളറായിട്ട് റെഡ് കളർ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം യെല്ലോയും ഗ്രീനും കൂടി മിക്സാക്കി കുറച്ച് ലൈറ്റ് ഗ്രീൻ ആക്കിയതിന് ശേഷം ഇലകൾക്കും തണ്ടുകൾക്കും ഒക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ലൈറ്റ് ഗ്രീൻ മാത്രമല്ല, ഡാർക്ക് കളർ കൂടി ഇലകൾക്ക് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്.
ഗ്രീനും വൈറ്റും കൂടി മിക്സാക്കി വേറെ ഷെയ്ഡിലുള്ള ഗ്രീന് കൂടി ഇലകൾക്ക് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലൂവും ബ്ലാക്കും കൂടി മിക്സ് ചെയ്ത് കുറച്ച് ഡാർക്ക് ബ്ലൂ ആക്കിയതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഇലകൾക്ക് കൊടുത്തിരിക്കുന്ന ഗ്രീനിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് കളർ ഗ്രീൻ എടുത്തിട്ട് ഇലകളിൽ ലൈൻസൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. പൂവിൽ അത് കുറച്ച് ഡാർക്ക് പിങ്ക് യൂസ് ചെയ്ത് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബ്ലാക്ക് കളറും ലൈൻസായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് പൂവിൽ ബ്ലാക്ക് കളർ കൊടുക്കണ്ടാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു. ഇലകളിലൊക്കെ കൊടുത്തത് എനിക്കിഷ്ടമായി. ഇതുപോലുള്ള പൂക്കളിൽ ഞാൻ ബ്രൗൺ ആണ് കേട്ടോ പെയിൻറ്റ് ചെയ്തത്.
എടുത്തിരുന്ന ബ്ലാക്ക് കളർ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് ഡാർക്ക് പിങ്ക് കളർ യൂസ് ചെയ്തിട്ടൊന്ന് മാച്ച് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ശരിയായെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.